വി അൻവർ കഴിഞ്ഞ 8 വർഷം ഇടതുപക്ഷ സഹയാത്രികനായി നിലകൊണ്ട ശേഷം അദ്ദേഹം സ്വയം ധരിച്ചു ഇടത് സൈബർ ഇടങ്ങളിലെ അദ്ദേഹത്തിൻ്റെ പിന്തുണ കൊണ്ട് താൻ പാർട്ടിയേക്കാൾ മുകളിലേക്ക് വളർന്നു എന്ന്. നിലമ്പൂരിൽ ഇന്നലെ സംഘടിപ്പിച്ച കുഴിമന്തി ആൻഡ് മതേതര ഷോയിലൂടെ അദ്ദേഹം ഒരു പുതിയ സൂര്യനായി കത്തിജ്വലിക്കാൻ ശ്രമിച്ചു. സഖാക്കളുടെ എല്ലാം നാഥനായി വരുന്ന പുതിയ മതേതര അമ്പുക്കായെ സൃഷ്ടിക്കാനാണ് പരിശ്രമിച്ചത്. പക്ഷേ വസ്തുത എന്താണ്? സഖാക്കൾ എന്നാൽ വ്യക്തികൾക്കൊപ്പം സഞ്ചരിക്കുന്നവരാണെന്ന് അമ്പുക്ക എവിടെയൊക്കെയോ തെറ്റിദ്ധരിച്ചു. ആ സഖാക്കന്മാരായിട്ട് കൂടെ കൂടിയിരിക്കുന്ന കുറച്ചാളെ കണ്ടിട്ടായിരിക്കും അദ്ദേഹത്തിന് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാൻ കാരണം. കാര്യം ഈ അധികാരമുള്ളിടത്ത് ചിലർ ഈ ആമാശയത്തിൻ്റെ പ്രശ്നമായിട്ട്, ആശയത്തിൻ്റെ അല്ല ആമാശയത്തിൻ്റെ പ്രശ്നമായിട്ട് ചിലരോടൊപ്പം ചേർന്ന് നടക്കും, സഖാക്കൾ എന്ന വേഷമണിഞ്ഞുകൊണ്ട്. യഥാർത്ഥ സഖാക്കൾ എന്താണെന്ന് ഇന്നലെ അൻവറിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയെന്നല്ലേ? അൻവർ നടത്തിയ ഷോയിൽ അവർ വന്നു, ഇവർ വന്നു, മറ്റവർ വന്നു, മറിച്ചവർ വന്നു എന്നൊക്കെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ വസ്തുതാപരമായി നോക്കുകയാണെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എത്ര പ്രധാനപ്പെട്ടവർ ആ യോഗത്തിൽ പങ്കെടുത്തു അല്ലെങ്കിൽ വേദിയിൽ വന്നു എന്നുള്ളതാണ് ചോദ്യം. അവിടെയാണ് അമ്പൂക്കയുടെ മതേതര ഷോ തേഞ്ഞു പോയത്. അതിന് കാരണമെന്ന് പറഞ്ഞാൽ നിലമ്പൂർ എന്ന മണ്ഡലത്തിൽ CPM-നെ സംബന്ധിക്കുന്നിടത്തോളം 2 ഏരിയ കമ്മിറ്റി, ഈ ഏരിയ കമ്മിറ്റികളിലായി 30 അംഗങ്ങൾ, 13 ലോക്കൽ കമ്മിറ്റി, ഇതിലായി 170ഓളം ലോക്കൽ കമ്മിറ്റി ഭാരവാഹികളുണ്ട്. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരാളെ ആ വേദിയിൽ ഇരുത്താൻ കഴിഞ്ഞോ? അവിടെയാണ് എന്താണ് CPM എന്ന പ്രസ്ഥാനമെന്ന് അൻവർ മനസ്സിലാക്കേണ്ടത്. വ്യക്തിക്കല്ല ആശയത്തിനാണ് പ്രാധാന്യം. ആ ആശയം മനസ്സിലാക്കിയവർക്ക് അമ്പുക്ക എന്ന് പറയുന്നത് ഇന്നലത്തെ മഴയത്ത് കിളിർത്ത ഒരു രാഷ്ട്രീയ തകര മാത്രമാണ്. കുറച്ച് ദിവസം സൈബർ ഇടങ്ങളിൽ ഇടതുപക്ഷ പ്രവർത്തകർ പിന്തുണ നൽകിയപ്പോൾ കരുതി നിലമ്പൂർ ഒന്നാകെ സഖാക്കൾ എൻ്റെ പുറകിലാണെന്ന്. തെറ്റിപ്പോയി മിസ്റ്റർ അമ്പുക്ക. ഇത് ഇനം വേറെയാണ്. കോൺഗ്രസ് രാഷ്ട്രീയത്തിലൂടെയും കഞ്ഞിക്കുഴി യൂണിവേഴ്സിറ്റിയിൽ നിന്നും പുറത്തിറങ്ങിയവർ കുറച്ച് ദിവസം അവർക്ക് ഈ പ്രസ്ഥാനം കൊടുക്കുന്ന പിന്തുണയിൽ മതിമറന്നിട്ട് കരുതുന്നുണ്ട് ഞാനൊരു സംഭവമായതുകൊണ്ടാണ് എന്നെ ഇവർ പിന്തുണയ്ക്കുന്നതെന്ന്. കുറച്ചാളവിടെ കൂടി. ഏതാൾക്കാർ കൂടി? ലീഗാരന്മാരും ഇടത് വിരോധികളും താൽക്കാലികമായി സൃഷ്ടിക്കപ്പെട്ട കുറച്ച് അമ്പൂക്ക ഫാൻസുകാരും. ഇപ്പോൾ എന്തോ മലമറിക്കുമെന്നാണ് അവകാശപ്പെടുന്നത്. കാണാമല്ലോ. എന്തായാലും മതേതര കുഴിമന്തി ഷോ ഫ്ലോപ്പ് ആകാൻ കാരണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്വയം മതേതരനാകാനായിട്ട് ഓം ശാന്തി ഓശാനയൊക്കെ ഇറക്കിയിട്ട് ഇത് കേട്ടിരുന്നവരെല്ലാം അയ്യോ നല്ലൊരു മതേതരൻ ഇതാ നിലമ്പൂരിൽ ജനിച്ചിരിക്കുന്ന എന്ന് കരുതിയതായിട്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള വിശ്വാസം. വളരെ വൈകണ്ടെന്ന്, അധികമൊന്നും മുന്നോട്ട് പോവില്ല. ആ വണ്ടിയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ട്രബിൾ കണ്ടെത്തിയിട്ടുണ്ട്. എത്ര ദിവസം ഇത് ഉന്തി കൊണ്ടുപോകാൻ പറ്റുമെന്ന് മാത്രം നോക്കിയാൽ മതി. കുഴിമന്തി ഫാൻസുകാരെല്ലാം കൂടി അവിടെ വന്നിരുന്നിട്ട് ഇനി നാളെ മുതൽ കുഴിമന്തി ഇല്ലേ, അമ്പൂക്ക തേഞ്ഞു എന്നുള്ളൊരവസ്ഥയിലാണ്. അതുകൊണ്ട് വലിയ കാലതാമസമില്ലാതെ നിലമ്പൂരിൽ ജനിച്ച പുതിയ PC ജോർജ് അധിക സമയമില്ലാതെ തന്നെ ഇഹലോകവാസം വെടിയുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്ന് തുടക്കത്തിൽ തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം സ്ക്രീനിൽ നമുക്ക് കാത്തിരുന്ന് കാണാം.